കാളിദാസ് പഴയിടത്തിന്റെ ഭക്ഷണം കഴിക്കാൻ ആശയുണ്ടെന്ന് പറഞ്ഞ് രേണുക അവിടെ തുടരുന്നുണ്ടായിരുന്നു. രേണുക, എന്താണ് ആ പുതിയ അതിഥികളെ കിട്ടിയോ? വിശേഷങ്ങൾ എന്താണ്? നമ്മുടെ പുതിയ അതിഥികൾ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. ഭക്ഷണ കമ്മിറ്റിയിലുള്ള അംഗങ്ങളൊക്കെയാണ്. സാറേ, എങ്ങനെയുണ്ട് കലോത്സവം? അടിപൊളിയായിട്ട് നടക്കുകയാണ് കേട്ടോ. ഇത്രയും 25,000 പേർക്കോളം സദ്യയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തേക്കാൾ റഷ് ഉണ്ടെന്ന്. വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് നമ്മൾ അഭിപ്രായം ചോദിച്ചാൽ എല്ലാവരും വളരെ ഭംഗിയാണ്, കഴിഞ്ഞ വർഷത്തേക്കാൾ മനോഹരമാണെന്നാണ് പറയുന്നത്. വളരെ ഗംഭീരമായുള്ള സദ്യയാണെന്നാണ് പറയുന്നത് എല്ലാവരും. നേരത്തെ കാറ്റിയ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടോ? ഒരുപാട് പേര് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയതായിട്ടാണ് ഈ കലാസദ്യയുടെ വക ഒരു പാട്ട്. അതെ, സദ്യ കഴിക്കാൻ വരുന്നവർക്ക് സമയത്ത് അവരെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് സംഘടന ഒരുക്കിയിരിക്കുന്നത്. അത് വളരെ നല്ലൊരു അനുഭവമാണ് വരുന്നവർക്ക്. ഉണ്ട്. അപ്പം ഞാനും ക്യാമറ വുമന്റെ മുഖം നോക്കി വെച്ചു. ഞങ്ങൾക്ക് കുറച്ച് ഏറെ വിളമ്പോ? ഇല്ല. എല്ലാവർക്കും ഒരേപോലെ അല്ലേ? എന്തൊക്കെയുണ്ട് ഇന്നത്തെ പ്രധാന വിഭവങ്ങള്? ഇന്ന് പായസമാണ് വെറൈറ്റി. കുമ്പളങ്ങ വെച്ചുള്ള പായസമാണ് വെറൈറ്റി. ബാക്കി നോർമൽ ഫുഡ് തന്നെയാണ്. ഉള്ള ഫുഡ് കഴിക്കാൻ നല്ല സ്വാദിഷ്ടമാണെന്നേ ഉള്ളൂ. സ്പെഷ്യലായിട്ട് പായസം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഏകദേശം ഒരു ദിവസം എത്ര പേര് വരുന്നുണ്ടായിരിക്കും ഫുഡ് കഴിക്കാൻ? ഉച്ചയ്ക്ക് 20,000 പേരുടെ പുറത്ത് ഉച്ചയ്ക്ക് കഴിക്കും. 20,000 പേർക്ക് പുറത്ത് കഴിക്കും. രാവിലെയും വൈകിട്ടും അത്രയും കാണത്തില്ല, എങ്കിലും ഇതിന്റെ പകുതിയോളം ആൾ കാണും, രാവിലെയും രാത്രിയും. രാവിലെ ഏകദേശം എത്ര മണിയാകുമ്പം ഇവിടെ തിരക്ക് കൂടുന്നുണ്ട്? രാവിലെ 8 മണി മുതൽ നല്ല തിരക്ക് തുടങ്ങാറുണ്ട്. രാത്രി 11 മണി വരെയും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നല്ല ഫുഡായിരുന്നു ഇന്ന്. പ്രത്യേക പ്രഥമനായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയൊരു കലാമാമാങ്കമാണ് ഇവിടെ നടക്കുന്നത്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയൊരു കലോത്സവം അല്ലെങ്കിൽ ഒരു കലാമാമാങ്കമാണ്. അവിടെ തീർച്ചയായും 20,000-ത്തിലധികം ആളുകൾ ഭക്ഷണം കഴിക്കാൻ അവിടെ എത്തുന്നു, ഭക്ഷണം കഴിച്ച് മടങ്ങുന്നു. അതിലധികം ആളുകൾ ഇനിയും ഉണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷം. സംഘാടക മികവ് തന്നെയാണ്.